ഗായ്സ് ഇന്ന് പപ്പന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മൾ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. പെരിന്തൽമണ്ണ ബിരിയാണി. ഏതാണ്? പെരിന്തൽമണ്ണ ബിരിയാണി. ഉള്ളിട്ട് ആ നീ മാറിക്കേ പപ്പട്ടോള. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? പെരിന്തൽമണ്ണ ബിരിയാണി. എന്താണ്? ഓക്കെ പറേ. ബീഫ് അത്രല്ലേ ഉള്ളൂ? 3 കിലോ ബീഫല്ലേ? 3 ബീഫ് മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാണ്. ഉപ്പിട്ടാൽ പെട്ടെന്ന് എന്താവും, പാടും. ഈ സാധനം ഇങ്ങനെ ഇവിടെ എടുക്കുക. ഉപ്പ് തരാം, ഉപ്പ് തരാം. ഇങ്ങനെ എടുത്തിട്ട് എടുത്തോ. ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെട്ടാ, അങ്ങനെ ഇട്. ആ ഇടുക്ക്, ഉപ്പ് എടുക്ക്. ഇതിങ്ങനെ ഇങ്ങോട്ട് യെസ്. ആ ഉള്ളിയാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന്, ആ ഉള്ളിയാണ് ഇപ്പൊ ഇവിടെ നിന്നിട്ട് പൊരിയണേ. ഒന്നും ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. ഇനി നമ്മള് 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മോൾക്കും ഇങ്ങനെ റെഡി ആയിട്ട് വരും. ഓക്കെ 3. നമ്മൾ ഉള്ളി വാട്ടാനിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാണ്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ബാക്കി എല്ലാ സാധനങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി വാടി റെഡി ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്ത് എന്താണ്? സാനുന്റെ കത്തി കൊണ്ട് ബാക്കിക്കോ. സാനുന്റെ വാളുകൊണ്ട് ശരിക്കാക്കരുതിട്ടോ. Zahan, what am I, robot? Sorry guys. Wow. ഉള്ളി ഇങ്ങനെ വാടി ആയിട്ടുണ്ട്. നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയല്? വാടി. ഈ തക്കാളിക്ക് പുറത്ത് വെച്ചിന്ന് ഇതെന്താ ചെയ്യതിന്? എന്താ പറയാ? ഇതിനരക്കൂ. ഇതിന് ഈ സാധനത്തിന് ഇത് മുളകാണ്. നമ്മൾ ഉള്ളി എന്തായി നോക്കാം. ഉള്ളി നല്ലോണം വെയിറ്റ് ചെയ്യണം. ഉള്ളി വാടി വരുന്നുള്ളൂ. ഉള്ളി നല്ല ഫുള്ളായിട്ട് വാടി സെറ്റ് ആവണം.
അപ്പോഴാണ് ബിരിയാണിയിൽ മസാല അടിപൊളിയാവുക. അടിപൊളിയാവുക ബിരിയാണി ഇരുന്നുണ്ടാക്കണേ. ഇതൊക്കെ എന്ത് നമ്മളെ ബീഫ് നമ്മൾ ആദ്യം വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് ഇടാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ബീഫ് നമ്മളിതിൽ ദമ്മിട്ട് വേവിക്കില്ല, ബീഫ് നമ്മൾ ആദ്യം വേവിച്ച് വെക്കുകയാണ്. അപ്പൊ നമ്മളിതാ ഉള്ളി ഇങ്ങനെ വാടി റെഡിയായി വരുന്നുണ്ട്. ഉള്ളി റെഡിയാകുമ്പോഴത്തേക്ക് നമ്മളിനി ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി അരച്ചത്, പിന്നെ മുളക്. അപ്പോൾ അത് ഉള്ളി വാടി ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തീ കുറച്ച് കുറക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മൾ അതിൻ്റെ മുമ്പ് ഇഞ്ചി അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പിന്നെ പച്ചമുളക് ഈ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പോകണേ. പച്ചമുളക് അരച്ചത് ചേർത്ത്, ഇഞ്ചി അരച്ച കുറച്ച് കൂടുതലുണ്ട്, അപ്പം ആവശ്യത്തിലുള്ള ഇട്ടുള്ളൂ. പിന്നെ ഇതാ വെളുത്തുള്ളി, ചെറുള്ളി അരച്ചത് അത് നമ്മളിതാ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. മിക്സ് ഉള്ളി ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ഉള്ളിയിലും മൊത്തത്തിൽ നമുക്ക് മസാലയിൽ ആ ഫ്ലേവർ കിട്ടണം. അപ്പോൾ ഈ സാധനം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതിൻ്റെ ബാക്കി തക്കാളി ഒക്കെ ഇടുന്നതിൻ്റെ മുമ്പ് ഇത് നന്നായിട്ട് ഫ്ലേവർ മിക്സ് ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ വേവിക്ക് തീ കുറച്ചിട്ട് അതിന് മുമ്പ് നമ്മൾ ഇത് വേവിൻ്റെ അടിയിലേക്ക് നമ്മൾ പുതിനയും മല്ലിയിലയും അരച്ചതുണ്ട്. ഇത് നമ്മൾ കുറച്ചിപ്പോൾ ചേർക്കും പിന്നത്തേക്ക്. ഓക്കെ, അതിന് കൂടെ ആ ഫ്ലേവർ മിക്സ് ആവാൻ വേണ്ടിയിട്ട് പരമാവധി ഫ്ലേവർ മസാലയിൽ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി മാക്സിമം നമ്മൾ ഇതിലിട്ട ഈ ഫ്ലേവറുകളെല്ലാം നന്നായിട്ട് മിക്സായി വരണം. അപ്പം നമ്മൾ മസാലയിൽ നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഫ്ലേവറൊക്കെ ഇട്ട് ഏകദേശം മിക്സ് ആയി വരുന്നുണ്ട്. നമ്മൾ എന്താണ് പോണത്? ടൊമാറ്റോ. എന്താണ്? അപ്പൊ ടൊമാറ്റോ നമ്മള് ചേർക്കാൻ പോണേ. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. തക്കാളി ഇട്ട് ടൊമാറ്റോ മിക്സായി. നമ്മൾ എന്താ ഇടാൻ പോണത്? മസാലപ്പൊടികൾ. ഓക്കെ, അപ്പൊ ഇതാണ് മഞ്ഞൾപ്പൊടി. ഇതൊരു സ്പൂൺ ഇട്. ഒരു സ്പൂൺ ഫുള്ള് കുറച്ചുകൂടി. ഓക്കെ, എന്താണ്? മുളക് ടേസ്റ്റ് നോക്കണോ? കുറച്ച് എന്നാ ഒരു സ്പൂൺ മുളക്, 2 സ്പൂൺ മുളക്. ഇനി മല്ലിപ്പൊടി കേട്ടോ. 1 2 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഓക്കെ, ഇതെന്താണ്? ബിരിയാണി മസാല. മിക്സ് ചെയ്യാം. ഓക്കെ, എത്ര മസാല അതിലിടേ? നമ്മളിടാൻ പോണത് ഗരം മസാല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? ബിരിയാണിക്ക് റൈസ് കുരുമുളക് പൊടി ഇടുന്നത്. അപ്പൊ നമ്മൾ ഇടാൻ പോണ എന്താണ്? തൈര്. എന്താണ്? തൈര് ഇടണോ?
അങ്ങനെ നമ്മള് മുട്ട മിക്സ് ചെയ്യാണ് ഇപ്പൊ ഉണ്ടല്ലോ തുടങ്ങിയത് മുതൽ തുടങ്ങി ആദ്യം മുതൽ താത്ത ഇത് പ്രൈസ് ഇനി നമ്മളെന്താണ് കുറച്ച് നല്ല പുളി കിട്ടാൻ നമ്മൾ നാടൻ മോര് ചേർത്ത്. എന്താണ് നാടൻ മോര് മതിയോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് എന്ന് പറയാം, മിക്സ് എന്ന് പറയാം. അതൊക്കെ മിക്സ് ചെയ്യണോ? വേണ്ട, ചൂടാണ്. ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ഇടാൻ പോണത്? നമ്മൾ വേവിച്ച് വെച്ച ബീഫ് പറ്റട്ടെ. ഓക്കെ, നോക്കണോ? പിഴിയ. യെസ് യെസ്. മിക്സ് ആക്കിയിട്ട് കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം അല്ലേ? അപ്പം നമ്മളിത് അരി റെഡിയാക്കാൻ വേണ്ടി ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കറക്റ്റ് അളവ് നോക്കി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിക്കുകയാണ്. അത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇട്ട് ഇനി നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇടണം. ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, പുതിന ഇട്ട് കൊടുക്കണേ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. എടുത്തു നമ്മൾ ഈ ഇല കൊടുക്കുകയാണ്. അതായിക്കോട്ടെ. അപ്പം ഇതാ കരാമ്പൂ ഇടുകയാണ് കേട്ടോ കേട്ടോ. നമ്മൾ ബാക്കിയുള്ള മസാല സ്പൈസസ് ഈ മൂന്നെണ്ണം ഇട്ടോ, സ്റ്റാർ ഇട്ടോ. ഇനിതാ ഇത് ചെറുപ്പട്ട പട്ട ചെറുപ്പം ഇട്ടോ. കടലയോ ഇട്ടോ.
സമയത്ത് അവര് വരുന്ന ആരാ വരുന്നത്? പക്ഷെ നമ്മള് കസിൻസ് അല്ലാത്ത കസിൻസ് നാട്ടിലാത്ത ഗൈസ്. അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇനി അരി ഇടാൻ പോവാണേ. ബിസ്മില്ലാ. ഉപ്പുണ്ടോ നോക്കിമ്മ? അപ്പോൾ നമ്മുടെ ചോറ് ഇതാ അങ്ങനെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് നിമിഷം നമ്മുടെ റൈസ് റെഡിയാവും. ഇൻഷാ അല്ലാഹ്.